വൈപ്പിൻ മണ്ഡലവും അതുപോലെ തന്നെ കോതമംഗലവുമാണ്. അതടക്കം ഇപ്പോൾ തിരിച്ചുപിടിച്ച UDFന്റെ മുന്നേറ്റമാണ് എറണാകുളം ജില്ലയിൽ മൊത്തം കാണുന്നത് എന്നുള്ളതാണ്. ഇടുക്കിയിൽ എല്ലാ മണ്ഡലങ്ങളിലും UDFന്റെ മുന്നേറ്റം കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ ഇതാ UDFന്റെ മുന്നേറ്റമാണ് കാണുന്നത്. അതാണ് നമ്മൾ സതീശന്റെ വാക്കെടുത്തു കഴിഞ്ഞാൽ വിസ്മയം, വലിയൊരു വിസ്മയം. അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ വിസ്മയം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു വിസ്മയം. ക്യാപ്റ്റന് പോലും കണക്ക് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. ചേർത്തലയിലേക്ക് നോക്കൂ. ചേർത്തലയിലെ UDF മന്ത്രി പി പ്രസാദ് പിന്നിലേക്ക് പോയി. വീണ്ടും മഞ്ചേശ്വരത്ത് വീണ്ടും NDA പിറകിലേക്ക് പോകുന്നു. AKM അഷ്റഫ് UDF സ്ഥാനാർത്ഥി മുന്നിലേക്ക് വരുന്നു. ഈ NDAയുടെ ലീഡ് നില 4 ഇടങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നു. ലീഡ് നിലയിൽ ആ 4-ൽ കോഴിക്കോട് സൗത്ത് ഉണ്ട് എന്നുള്ളത് UDFനെ സംബന്ധിച്ച് നേരിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് ഈ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പണ്ട് VS തോൽക്കുമ്പോൾ പാർട്ടി അധികാരത്തിൽ വരും. ഇവിടെ സംഭവിച്ചു. തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ചരിത്രമാണ്. ധർമ്മടം പോലൊരു മണ്ഡലം അല്ല. അതുപോലെ രണ്ട് സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നിലാണ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പിന്നിലാണ്. അതാണ് രണ്ട് ക്യാപ്റ്റന്മാരും പിന്നിലാണ് എന്നുള്ള അവസ്ഥയാണ്. അല്ല മറ്റൊന്നേ, ഇപ്പോ അതിനിടയിൽ TP രാമകൃഷ്ണൻ കയറിയായിരുന്നു. തിരിച്ച് TP രാമകൃഷ്ണനെ ഇറക്കിയിട്ടുണ്ട് ഫാത്തിമ താഹിലിയ. അതെ നജീബ് കാന്തപുരം മുന്നിൽ, ആബിദ് ഹുസൈൻ തങ്ങൾ മുന്നിൽ. മലപ്പുറത്തൊന്നും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പോയിക്കോട്ടെ. കാരണം വോട്ടിംഗ് മിഷന്റെ ഏകദേശം 3-4 റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ ഫലത്തിലുണ്ടായ ഒരു മാറ്റം, ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. തീർച്ചയായും അപ്പോഴും ബേപ്പൂരിൽ 350 വോട്ടുകളുമായി PA മുഹമ്മദ് റിയാസ്. അതെ, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ LDF പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് പറയാൻ പറ്റില്ല. കാത്തിരുന്ന് കാണാം. എന്തായാലും ക്യാപ്റ്റന് പോലും കണക്ക് തെറ്റി നിൽക്കുമ്പോൾ കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ, MA റസാഖ് മാസ്റ്റർ മുൻപിൽ എന്നുള്ളതാണ്. റസാഖ് മാസ്റ്റർ 2370 വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുന്നു. PTA റഹീം. അതെ, അത് നമ്മൾ പറഞ്ഞതാണ്. പിണറായി സംബന്ധിച്ച് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. വേറെ കാര്യമുണ്ട്. അവിടെ പാർട്ടി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഡ് എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ അത് ഉറപ്പാണ്. കാരണം അത് ഒരു ചാഞ്ചാട്ടം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വാർത്ത മാത്രമായിരിക്കും പിണറായിയുടെ ഈ പിന്നിൽ പോക്ക്. ഇനി അബു ജോൺ ജോസഫ്. അതെ, അബു ജോൺ ജോസഫ് വിജയിച്ചു കഴിഞ്ഞാൽ 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം. പക്ഷേ വിഷ്ണുനാഥിന് ഭൂരിപക്ഷം അത് ഒരുപക്ഷെ. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് സിറ്റിംഗ് MLA തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സനീഷ് കുമാർ ജോസഫ് തിരിച്ചു വന്നു. മുന്നേറ്റം ഷൊർണൂറിലാണ്. ഹരിഗോവിന്ദൻ, അവരുടെ ഒരു ലാളിത്യമുള്ള മുഖം, ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യന്മാരിൽ ഒരാളാണ് P ഹരിഗോവിന്ദൻ. അതെ, KPSTയുടെ നേതാവായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിരുന്ന P ഹരിഗോവിന്ദൻ ഒരുപക്ഷെ കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ പോലും പാർട്ടിയാണ് വലുത്, സരിന് വേണ്ടി നിഷേധിക്കപ്പെട്ടതാണ് ആ സീറ്റ് എന്ന് എടുത്തു പറയണം. കുണ്ടറയിൽ PC വിശ്വനാഥ്, ഉദുമയിൽ K നീലകണ്ഠൻ. അതായത് ആദ്യമായിട്ട് കോൺഗ്രസ് ലീഡ് പിടിച്ചിരിക്കുകയാണ്. 4269 വോട്ട്. അതെ, 4000. അവിടെ CH കുഞ്ഞമ്പോണ് സിറ്റിംഗ് MLA ആണ്. 97. അതെ, 97ലേക്ക് ഇതെന്താണ് സെഞ്ചുറി അടിക്കുമോ? പക്ഷേ മണരൂരിൽ TN പ്രതാപൻ 10 വോട്ടുകൾക്ക് മുൻപിൽ മാത്രമാണ് മുന്നിലുള്ളത്. അതെ, എന്തും സംഭവിക്കാം. 98. ആലപ്പുഴയിൽ AD തോമസ്. നേരത്തെ VT സൂരജിനെ പറഞ്ഞ പോലെ ഒരു KSUക്കാരനാണ്. മാത്രമല്ല മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് ബന്ധപ്പെട്ട് വിവാദങ്ങൾ അടികൊണ്ട ആളാണ് AD തോമസ്. അതെ. അയ്യോ, മുഹമ്മദ് റിയാസ് ഗംഭീരമാക്കി 1698 മുന്നിൽ നിൽക്കുന്നത്. DB എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ LDFന്റെ പ്രമുഖർ, മുഖ്യമന്ത്രി അടക്കം പിന്നിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിലും ഒരു മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ ഈ LDFന്റെ മാനം രക്ഷിച്ച് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമാണ് എറണാകുളത്ത് LDFന് മുന്നേറ്റമുണ്ട്. അതും 377 വോട്ടുകൾക്ക് ഷൈ. അതെ, 97, 39, 4. PMA സമീർ തിരൂരങ്ങാടിയിൽ 2843 വോട്ടിനാണ്. തിരിച്ചുവരവിന് സാധ്യതയുണ്ടോ? ഇനി ഒരു തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്നറിയില്ല. എന്തായാലും ഈ ഭൂരിപക്ഷത്തിലേക്ക് വരുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ 90 എന്നുള്ളത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം LDF ഇനി നോക്കിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ ഇനിയും തിരിച്ചുവരവിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഇടതുപക്ഷത്തിന് ഉറച്ച കോട്ടയാണ്. ഇല്ലെങ്കിൽ CPIM-കാർ പോലും മാറി ചിന്തിച്ചു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയപര നിരീക്ഷകരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. തെക്കൻ കേരളം എങ്ങനെയാണ് അവർ, അതല്ല ഇവിടെ സംഭവിച്ചത്. തെക്കൻ കേരളമല്ല, കേരളം മൊത്തത്തിൽ ചിന്തിച്ചു.
മാറി ചിന്തിക്കാൻ അതെ മാറ്റത്തിന് വേണ്ടി കേരളം വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് UDF 97 സെഞ്ചുറി അടിക്കാൻ ഇനി 3 ഇടങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ആ 3 ഇടങ്ങളിൽ UDF പ്രതീക്ഷ നൽകുന്ന ഒരിടം BJP കയ്യിലുണ്ട്, കോഴിക്കോട് സൗത്ത്. അതെ അത് എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. കാരണം പിന്നീട് കോഴിക്കോട് സൗത്തിലെ ലീഡ് നില ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ നമുക്ക് ബംഗാളിൽ പോയി വന്നു കഴിഞ്ഞാൽ 135 ഇടങ്ങളിൽ BJP, 107 ഇടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്, 3 ഇടങ്ങളിൽ കോൺഗ്രസ്. അതാണ് ബംഗാളിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നിരിക്കുന്നു. 3 ഇടങ്ങളിൽ ബംഗാളിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തമിഴ്നാട്ടിലുണ്ട് മാറ്റങ്ങൾ. അതെ, തമിഴ്നാട് 79 വിജയ് നമ്മ വിജയ് ഭരിക്കുമാ തമിഴ്നാട് യാറ് ഭരിക്കും തെരിയില്ലേ പുരിയില്ലേ. തീർച്ചയായിട്ടും മുതുമയിലിത K നീലകണ്ഠൻ 4269. പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് 3 സംസ്ഥാനങ്ങളിൽ സംഭവിച്ചു. തീർച്ചയായിട്ടും അതെ എന്ത് സംഭവിക്കുമെന്നറിയാത്ത രീതിയിൽ ലീഡ് എഴുന്നു. അഴീക്കോട് KV സുമേഷ് തിരിച്ചെത്തി. KV സുമേഷ് 1436 വോട്ട്. നല്ലൊരു MLA ആണ്. പക്ഷേ അവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ എടുത്തു പറയണ്ടേ. UDF നല്ല മനുഷ്യരാണ്. വലിയ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. UDF 97 ആകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി 3 കൂടി കിട്ടി 100 എന്ന സംഖ്യയിലേക്ക് എത്തിയാൽ ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും VD സതീശൻ മുഖ്യമന്ത്രി തന്നെയാകുമെന്ന്. കാരണം 100 എന്ന് പറയുന്നത് അപ്രമാദിത്വം നിറഞ്ഞ ഒന്നാണ്. അത് VD സതീശന് അല്ലാതെ മറ്റാരെയും വാഴിക്കാൻ കഴിയില്ല എന്നുള്ളതിലേക്ക് ഉയർത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായും VD സതീശൻ തന്നെ എന്നുള്ള രീതിയിലേക്ക് വരാം. തീർച്ചയായും അതാണ് കറക്റ്റ് പറഞ്ഞത്. അതിനിടയിൽ ക്യാപ്റ്റൻ പിന്നിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇപ്പോഴത്തെ ആ ട്രെൻഡ് വെച്ചുകൊണ്ട് ആവേശകരമായിട്ട് എല്ലാ ടെലിവിഷൻ ചാനലുകൾക്കും ആവേശത്തോടു കൂടി പിണറായി വിരുദ്ധർക്കടക്കം ആവേശത്തോട് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ അവിടുത്തെ പല കേന്ദ്രങ്ങളിലെ എണ്ണം വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കേഡർ പാർട്ടിയുടെ വോട്ടർമാർ വരുമ്പോൾ അവരുടെ വോട്ട് എണ്ണുമ്പോൾ അത് മാറി മറിഞ്ഞു എന്നുള്ളത് വരാം. അത് പാർട്ടി ഗ്രാമമാണ്. പിണറായി എന്ന് പറയുന്നത്, ധർമ്മടം എന്ന് പറയുന്നതൊക്കെ പാർട്ടിയുടെ ഗ്രാമമാണ്. അവിടെ തിരിച്ചു വരാം. അവിടെ VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിലെങ്കിലും UDF മുന്നിൽ പിടിച്ചിരിക്കുന്നത്. അല്ല, VP അബ്ദുൾ റഷീദിന് ശരിക്കും UDF കൃത്യമായ ഒരു ഉറച്ച സീറ്റ് കൊടുക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഈ ഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ അതെ ഈ അടുത്ത തവണയെങ്കിലും കൃത്യമായൊരു നല്ലൊരു സീറ്റ് UDF കൊടുക്കണം. തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിൽ നിൽക്കുന്നു. 5 ഇടങ്ങളിൽ കാസർഗോഡും മഞ്ചേശ്വരവും വിജയിക്കുമെന്ന് ഉറച്ചു പറഞ്ഞ സ്ഥലമാണ് തിരുവല്ല. അതെ, NDAയുടെ പട്ടികയിലുള്ള സ്ഥലമാണ് തിരുവല്ല. മേരാ ഫ്രണ്ട് എന്ന് പറഞ്ഞ മോദിജി പറഞ്ഞ സ്ഥലമാണ്. അതെ, മേരാ ഫ്രണ്ട് മാത്രം പ്രധാനമന്ത്രി അനൂപ് ആന്റണിക്ക് വേണ്ടി മാത്രം തിരുവല്ലയിലെത്തിയ സ്ഥലം. അവിടെ അനൂപ് ആന്റണി അതാണ് മോദിജിയുടെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള അനൂപ് ആന്റണി NDAക്ക് വേണ്ടി മുന്നിൽ നിൽക്കുകയാണ് ആ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ 98 എന്ന വലിയ സംഖ്യയിലേക്ക് UDF കുതിക്കുന്നു. 37ലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിലെ MLA-മാരുടെ എണ്ണം ഏറ്റവും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. റാണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിൽ, വടകരയിൽ 1904 വോട്ടിന് KK രമ മുന്നിൽ തന്നെയാണ് തുടക്കം മുതൽ. കാഞ്ഞിരപ്പള്ളിയിൽ റോണി കെ ബേബി മുന്നിൽ നിൽക്കുന്നു. കുന്നംകുളത്തെ AC മൊയ്തീൻ 224, 98 ആന്റണി. 98 എന്ന നിലയിലേക്ക് ഇനി രണ്ട് സീറ്റുകൾ വേണ്ടി മാത്രം 2 സീറ്റുകൾ കൂടി ലഭിച്ചാൽ VD സതീശൻ പറഞ്ഞ 100 എന്ന നിലയിലേക്ക് UDF എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ജനങ്ങൾ വനവാസം വിധിച്ചത് VD സതീശനല്ല, ചില മന്ത്രിമാർക്കാണ് എന്ന് ഈ ഫലം വ്യക്തമാക്കുകയാണ്. വനവാസം വിധിച്ചു, അത് ചില മന്ത്രിമാർക്കാണ്, VD സതീശനല്ല എന്നാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്. VD സതീശന് ഇനി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി KPCC ആസ്ഥാനത്ത് വേണമെങ്കിൽ മാധ്യമങ്ങളെ കാണാവുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ചുകൂടി കഴിയാൻ അദ്ദേഹം കാത്തിരിക്കുകയായിരിക്കും. നിലവിൽ പിണറായി വിജയൻ പിന്നിലാണ്. UDF 98 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ 5 ഇടങ്ങളിൽ അനൂപ് ആന്റണി ഉൾപ്പെടെ പ്രമോദ് നാരായണൻ തിരിച്ചെത്തിയിരിക്കുന്നു. അവിടെ 2900 വോട്ടുകൾക്ക് റാന്നിയിൽ LDF സ്ഥാനാർത്ഥി പ്രമോദ് നാരായണൻ ലീഡ് തിരിച്ച് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തുടക്കം മുതൽ UDF-നായിരുന്നു ലീഡ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രമോദ് നാരായണൻ അവിടെ ലീഡ് 2900 വോട്ടുകൾക്ക് ലീഡ് തിരിച്ച് പിടിച്ചിരിക്കുമ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തുടങ്ങി വെച്ച അവരവിടെ തുടരുകയാണ്. 2000-ഓളം വോട്ടുകൾക്ക് തുടരുന്നു എന്നുള്ളതാണ്. പാലക്കാട് രമേശ് പിഷാരടി എവിടെ പോയി? അല്ല, പാലക്കാട് സംബന്ധിച്ചിടത്തോളം UDF പ്രതീക്ഷിച്ച മണ്ഡലമാണ്. രമേശ് പിഷാരടി ജയിക്കുമെന്ന് പറഞ്ഞ മണ്ഡലമാണ്. അവിടേക്കാണ് ശോഭാ സുരേന്ദ്രന്റെ എക്സിറ്റ് പോളുകൾ പോലും രമേശ് പിഷാരടി ജയിക്കുമെന്ന് പറഞ്ഞ മണ്ഡലം. മാത്രവുമല്ല, അവസാനം വോട്ടിന് കുഴ വിവാദം ആഞ്ഞടിച്ച സ്ഥലമാണ് പാലക്കാട്.
അവിടെയാണ് NDAക്ക് അനുകൂലമായൊരു ട്രെൻഡ്. ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്ന വിവാദമാണ്. ഒരുപക്ഷെ അത് മാറാനുള്ള സാധ്യതയില്ലേ? അത് മാറാൻ കേന്ദ്രങ്ങൾ കാരണം ഇത് ഈ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട കണ്ണാടി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എണ്ണാൻ കിടക്കുന്നു. അതായത് UDF 98, LDF 37, NDA 5. ഇതിനിടയിൽ തമിഴ്നാട്ടിലൊന്ന് പോകണം. അവിടെ ഉറപ്പായിട്ടും അവിടെ വലിയ 92 അറിയുന്നില്ല സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. നോക്ക് അവിടെ നോക്കി ഏകദേശം 90ലേക്ക് പോയിരിക്കുകയാണ് TV തമിഴ് വെട്ടിരിക്കാണ്. തമിഴ്നാട്ടിൽ ഈ TVKയുടെ കൂടെ കോൺഗ്രസ് പോകുമോ എന്നുള്ളതാണ്. കാരണം രാഹുൽ ഗാന്ധിയാണ് വിജയോട് പാർട്ടി നിർദ്ദേശിച്ച് പ്രവർത്തിക്കാൻ വന്നത് എന്ന് ആവശ്യപ്പെട്ടത് എന്നൊരു വാർത്തകളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. നമ്മൾ ഈ തൂക്ക് മന്ത്രിസഭ എന്നൊക്കെ ആദ്യം കേരളത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ അവിടെ തൂക്ക് സംഭവിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഉറപ്പാണ്. തമിഴ്നാട്ടിൽ കാരണം റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ് TVK MLA-മാരെ കൂടെ താമസിപ്പിക്കാൻ. അല്ല, ഇവിടെ കേരളത്തിൽ UDF തൂക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു പക്ഷേ തൂക്ക് മന്ത്രിസഭ വരുമോ എന്നുള്ളത്. രമ്യ ഹരിദാസ് മുന്നിൽ, കൊണ്ടോട്ടിയിൽ PGG, കൊണ്ടോട്ടി മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ PGG മുന്നിൽ നിൽക്കുന്നു 1259 വോട്ടിന്. നാദാപുരത്ത് വസന്തം തന്നെയാണ്. ഈ ചിറയൻകീഴും ആറ്റിങ്ങലും 2 മണ്ഡലങ്ങൾ സംഭരണ മണ്ഡലങ്ങളാണ്. ചിറയൻകീഴിൽ ഒരിക്കൽ പോലും UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല സമീപകാലത്തൊന്നും. പക്ഷെ അവിടെയാണ് പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയെ എത്തിച്ചു എന്ന പേരിൽ കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്ന ഒരാൾ തന്നെ മാറി BJP-യിലേക്ക് പോവുക. അവിടെ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കും. പക്ഷെ അവിടെയാണ് മുന്നിലെത്തി. അതെ, കോൺഗ്രസിനെ സംബന്ധിച്ച് സംവരണ സീറ്റുകളിലൊക്കെ വലിയ നേട്ടമാണ്. കോങ്ങാട് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഭാര്യയും ഭർത്താവും MP ഒരു വീട്ടിൽ നിന്നാകുമ്പോൾ ഭർത്താവ് പാലക്കാടിന്റെ MP ആവുമ്പോൾ പാലക്കാട് തന്നെയുള്ള കോങ്ങാട് MLA ആയി ഭാര്യ KA തുളസി വരുന്നു എന്നുള്ളതാണ്. KA തുളസി കേവലം ഭാര്യയല്ല കേട്ടോ. കാരണം അതിനപ്പുറത്തേക്ക് KPCC-യുടെ ഏറ്റവും ശക്തയായിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. നല്ലൊരു വനിതാ നേതാവാണ്. നമ്മൾ PK ശ്യാമൾ ടീച്ചറെ അധിക്ഷേപിക്കുന്ന പോലെയാണ്. PK ശ്യാമൾ ടീച്ചർ നല്ല മഹിളാ അസോസിയേഷന്റെ നല്ല നേതാവാണ്. PK ശ്യാമൾ ടീച്ചർ നല്ല പ്രവർത്തകയാണ്. നല്ല പാരമ്പര്യമുള്ള ആളാണ്. ഇങ്ങനെ അതെ മെറിറ്റുള്ള നേതാക്കളാണ് PK ശ്യാമൾ ടീച്ചറും. പരാജയപ്പെട്ടാലും ഉള്ളുകൊണ്ട് ചിരിക്കുന്ന 2 പേരുണ്ടാകും. V കുഞ്ഞികൃഷ്ണനും ഒപ്പം TK ഗോവിന്ദനും. അതെ, കാരണം ലീഡ് നില ഒന്ന് പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അവരെന്താണോ ആഗ്രഹിച്ചത് സംഭവിച്ചിരിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834, രമേശ് പിഷാരടി എവിടെ പോയി? അതാണ് ചോദ്യം. അതെ NMR റസാഖാണ് പിന്നെ ലീഡ് തുടക്കത്തിലൊന്ന് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ LDF തുടങ്ങി വെക്കും. പക്ഷേ ഇത് വല്ലാത്ത ലീഡാണ്. 6734. പാലക്കാടുകാർ ആദ്യം NMR-ന്റെ ബിരിയാണി രുചിച്ച് ശോഭാ സുരേന്ദ്രനൊപ്പം പോയി തിരിച്ചുമറിയാൻ ഇനി മാടാം. ഇത് വലിയ തരത്തിലേക്ക് ഇത് പാലക്കാട് BJP പിടിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എന്തായാലും UDF LDF ക്യാമ്പുകളെ സംബന്ധിച്ച് UDF 97, LDF 38, NDA 5 എന്നുള്ളതാണ്. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ 1666 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834 വോട്ടുകൾക്ക്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് 2452 വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുന്നു. K സുരേന്ദ്രൻ പിന്നിലായിരിക്കുന്നു മഞ്ചേശ്വരത്ത് എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആന്റണി, തീർച്ചയായിട്ടും തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ചാലക്കുടി, കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഈ നിയമത്തെ സംബന്ധിച്ച് നേരത്തെയുള്ള ലീഡ് നിലയിൽ ഒരു മാറ്റവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. 1302 വോട്ട് എന്ന നിലയിലാണ് ഇപ്പോഴും ആ ലീഡ് നില ഉള്ളത്. ഏതായാലും വോട്ടെണ്ണൽ തുടരുകയാണ്. ഒരുപക്ഷെ അടുത്ത റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അത് കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് 6000-ൽ നിന്ന് 2000-ആയി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2001 ആരാണ് തിരിച്ചു വരുന്നത്? NMR റസാഖാണോ രമേശ് പിഷാരടിയാണോ തിരിച്ചു വരുന്നത്? ലീഡ് നില കുറയുന്നു. ശോഭാ സുരേന്ദ്രന്റേത് 2145-ആയി പാലക്കാട് ലീഡ് നില കുറയുന്നു. അത് ആർക്ക് അനുകൂലമാകും? LDF-നോ UDF-ഓ? പഞ്ചായത്തിലേക്ക് വോട്ട് എണ്ണി തുടങ്ങിയിരിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് പിരായിരിലേക്ക് വന്നിരിക്കും. അതാണ് അതിന്റെ സത്യം. പിരായിരിലേക്ക് എത്തിയിരിക്കും. അതാണ് ഇപ്പോൾ ഇതിപ്പോ ഭൂരിപക്ഷം അല്പം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ വോട്ടുകൾ എണ്ണി മുന്നോട്ട് പോകുമ്പോൾ ഇതാ ശോഭാ സുരേന്ദ്രന്റെ ലീഡ് പാലക്കാട് കുറയുന്നു എന്നുള്ളതാണ്. നേമത്ത് ലീഡ് നിലയിൽ ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ മാറ്റം വരാനുള്ള സാധ്യത ഇനിയും നിൽക്കുന്നു. കാരണം ഇപ്പോൾ 1-2 റൗണ്ടുകളൊക്കെയാണ് പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും ഇതിൽ ഒരു രസകരമാണോ രസകരമല്ലയോ എന്നറിയില്ല. ഒരു കൗതുകമുള്ള കാര്യം, പറവൂരിൽ VD സതീശന് 240 വോട്ടുകൾക്ക് പിന്നിലാണ് എന്നുള്ളതാണ്. 2 ക്യാപ്റ്റന്മാരും. അതെ,
അതായത് LDF-ന്റെ ക്യാപ്റ്റനും പിന്നിൽ UDF-ന്റെ ക്യാപ്റ്റനും പിന്നിൽ എന്നുള്ളതാണ് 96 വോട്ടിന്റെ. വി.ഡി. സതീശൻ പറവൂരിൽ പിന്നിൽ. പ്രതിപക്ഷ നേതാവ് ഇത്തവണ UDF-നെ നയിച്ച വി.ഡി. സതീശൻ പിന്നിൽ എന്നുള്ളതാണ്. പറവൂരിൽ LDF-ന്റെ E.T. ടൈസൺ മാസ്റ്റർ മുന്നിൽ നിൽക്കുന്നു. പറവൂരിൽ വി.ഡി. സതീശൻ പിന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ പ്രതിപക്ഷ നേതാവും നേരത്തെ DB ചോദിച്ചതുപോലെയാണ്. VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും, പാർട്ടി ജയിക്കുമ്പോൾ VS ജയിക്കും അല്ലേ? അതെ അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് VS ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, അങ്ങനെയാണെങ്കിൽ പാർട്ടി ജയിക്കുമ്പോൾ VS തോക്കും. അതല്ലേ വി.ഡി. സതീശൻ പിന്നിൽ പോകുമെന്ന് നേരത്തെ തന്നെ അവിടുത്തെ CPM നേതാക്കളും CPM കേന്ദ്രങ്ങളും ഒക്കെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ മാറി മറിഞ്ഞേക്കാം ഇനി. എന്തായാലും ഈ എലത്തൂരിൽ അതിനിടയിൽ വിദ്യാ ബാലകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എലത്തൂരിൽ ഒരു ഘട്ടത്തിൽ പോലും UDF വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നില്ല. പക്ഷേ വിദ്യാ ബാലകൃഷ്ണൻ അപ്പോഴും പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഒരു നേതാവാണ്. അതിനിടയിൽ ബാലുശ്ശേരിയിൽ VT സൂരജ് 2660 വോട്ടിന് മുൻപിൽ. തിരുവമ്പാടിയിൽ CK കാസിം 1906 വോട്ടിന് മുൻപിൽ എന്നുള്ളതാണ്. വി.ഡി. സതീശൻ പിന്നിൽ നിൽക്കുന്നു. E.T. ടൈസൺ മാത്രമല്ല പേരാവൂരിലുണ്ട് പ്രശ്നം. പറവൂരിലും പേരാവൂരിലും എവിടെയാണ് പിന്നെ ഇവിടെ ധർമ്മടത്തും പേരാമ്പ്രയിലും അങ്ങനെ മൊത്തത്തിൽ നേതാക്കന്മാരല്ലേ ഇവിടെ. അതായത് ക്യാപ്റ്റന്മാരൊക്കെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വി.ഡി. സതീശന് വലിയ ലീഡ് ഉയർത്താൻ കഴിഞ്ഞില്ല. 1000 ആ ലെവലിലേക്ക് മാത്രം. പക്ഷേ ഒരുപക്ഷെ മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില മണ്ഡലങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഹരിഗോവിന്ദന്റെ ലീഡ് കുറയുന്നുണ്ട്, 327 ആയിട്ട് കുറയുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ് 1763. ദീപക് ജോയ് നല്ലൊരു നേതാവാണ്. തീർച്ചയായിട്ടും ഇവരെല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചു തോറ്റ ആളാണ്. അത് ഇപ്രാവശ്യം ഒരു വലിയ മത്സരം തൃപ്പൂണിത്തുറയിൽ നടക്കുമെന്ന് പ്രതീക്ഷിതമായി. ചാണ്ടിയുമ്മൻ 6972 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ചാണ്ടിയുമ്മന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് രീതി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വാഹനങ്ങൾ ഉപേക്ഷിക്കുക, സൈക്കിളിൽ യാത്ര ചെയ്യുക, ഫ്ലക്സ് ബോർഡുകൾ ഒഴിവാക്കുക, ആ പൈസകൾ എന്നിട്ടും അവിടെ 2 വോട്ടിന് ചാണ്ടിയുമ്മൻ മുന്നിലാണ് എന്നുള്ളതാണ്. നെന്മാറയിൽ K. പ്രേമൻ 1415. ഏത്താങ്കപ്പൻ വലിയ പ്രതീക്ഷ പങ്കുവച്ച ഒരു മണ്ഡലമാണ്. ഇത്തവണ ഈ ലീഡ് നിലയിൽ ഏറ്റവും ഉയർന്ന ലീഡ് നില ഇപ്പോൾ ചേലക്കരയിൽ UR പ്രദീപ് 8262 വോട്ടുകൾക്ക് UR പ്രദീപ് മുന്നിലെന്ന് അനീഷ് ആന്റണി ഇപ്പോൾ പറയുന്നു. ചേലക്കരയിൽ UR പ്രദീപ് LDF സ്ഥാനാർത്ഥി 8200. ഇതാത് മാറുന്നു. 8760 വോട്ടുകൾക്ക് ചേലക്കരയിൽ. നല്ലൊരു നേതാവാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ നേതാവാണ്. അത് മാത്രവുമല്ല ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു വലിയ മത്സരം നടന്നത്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് കഴിഞ്ഞ പ്രാവശ്യം മാറി നിൽക്കേണ്ടി വന്നു. സാങ്കേതികമായ കാര്യങ്ങളാൽ മന്ത്രി രാധാകൃഷ്ണൻ മന്ത്രിയാക്കണമെന്ന് ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥി മുന്നിലെത്തിയിരിക്കുന്നു. ഒറ്റപ്പാലത്ത് അനൂപ് ആന്റണി 56 ചുരുങ്ങുന്നു. അനൂപ് ആന്റണിയുടെ വോട്ടുന്നില്ല, ലീഡുന്നില്ല. അനൂപ് ആന്റണി NDA 4 ചുരുങ്ങി. NDAയുടെ നഷ്ടപ്പെട്ടത് കോഴിക്കോട് സൗത്ത് ആണോ? തീർച്ചയായും അത് നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ 4 NDAയുടെ ഇത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. പാലക്കാട് NDA ഇപ്പോഴും 6000-ഓളം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും ഇനി നിയമമാണ് ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്. അവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? വി.ഡി. സതീശന് മുന്നിലേക്ക് എത്താൻ കഴിയുമോ? വി.ഡി. സതീശന്റെ മുന്നിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അവിടെ 240 വോട്ടിന് പിന്നിലാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ റിപ്പോർട്ടർ അവിടെ സൂചിപ്പിക്കുന്ന കാര്യം, അവിടെ മാല്യങ്കര പോലെയുള്ള ഭാഗങ്ങളിലെ വോട്ടാണ് എണ്ണിയിരിക്കുന്നത്. അത് LDF-ന് മുൻതൂക്കമുള്ള ഒന്നാണ്. മാത്രമല്ല ഇത്തവണ അവിടെ BJP ആദ്യമായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അത് ഏത് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നുള്ള കാര്യങ്ങൾ കൂടി ബാധകമാണ്. പക്ഷേ ഈ മാല്യങ്കര കഴിഞ്ഞ് മറ്റ് മേഖലകളിലേക്ക്, വടക്കേക്കര അടക്കമുള്ള മറ്റിടങ്ങളിലേക്കൊക്കെ മാറിക്കഴിയുമ്പോൾ ലീഡ് നിലയിൽ വി.ഡി. സതീശന് പ്രതീക്ഷ വയ്ക്കാം, ഒരു സംശയം വേണ്ട എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതിനിടെ NDAയുടെ ലീഡ് നില 4 ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. NDAയുടെ ലീഡ് നില കുറയുന്നു എന്നുള്ളതാണ്. ഇരിക്കൂർ, അതായത് UDF-ന്റെ പൊന്നാപുരം കോട്ടയിൽ സജീവ് ജോസഫ് 5000 വോട്ടുകൾക്ക് അധികം മുന്നിൽ നിൽക്കുന്നു. ഏറ്റുമാനൂരിൽ നാട്ടകം ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് വീണ്ടും ലീഡ് നില വർദ്ധിപ്പിക്കുന്നു. 2523. VP അബ്ദുൾ റഷീദ്, പിണറായി വിജയൻ 2523 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ധർമ്മടത്ത് റഷീദിന്റെ മാജിക് ആണോ നടക്കുക? കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2000-ഓളം വോട്ടുകൾക്ക് 2523 വോട്ടുകൾക്ക് ഇതാ 2ാം തവണ പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ പിന്നോട്ട് പോകുന്നു. AKM അഷ്റഫ് ഇതാ മഞ്ചേശ്വരത്ത് ലീഡ് ഉയർത്തുന്നു. 6000
2136 വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് അവിടെ UDF ലീഡ് ഉയർത്തുന്നു. അവിടെ ഇപ്പോൾ കെ സുരേന്ദ്രൻ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UDFന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ 94 എന്ന നിലയിലേക്ക് അത് മാറിയിരിക്കുന്നു. 92. തുടർച്ചയായി 2 റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2523 വോട്ടുകൾക്ക് VP അബ്ദുൾ റഷീദ് UDF സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിൽ പലയിടത്തും പായസ വിതരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പായസ വിതരണം നടക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. കഴക്കൂട്ടത്താണ് കടകംപള്ളി സുരേന്ദ്രൻ മുന്നിലെത്തിയിരിക്കുന്നു. കഴക്കൂട്ടത്ത് എന്ന് പറയുന്നത് ബേപ്പൂരിൽ, അതായത് കോഴിക്കോട് പല കോട്ടകളും ഇളകിയപ്പോഴും ബേപ്പൂർ ഇളകാതെ നിൽക്കുന്ന ഇടതുകോട്ട കനലൊരു തരിമതി എന്ന് പറഞ്ഞതുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ അവിടെ മറ്റു കൂടുതൽ റൗണ്ടുകളിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റമുണ്ടാകാമെന്ന് അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യത അവിടെ മന്ത്രി ജെ ചിഞ്ചൂറാണി പിന്നിലാണ്. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചൂറാണി. MS ആർക്കാണ് ജനങ്ങൾ വനവാസം വിധിക്കുക? ജനങ്ങൾ വനവാസം വിധിക്കുന്നത് ആർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ വ്യക്തമാണ്. അത് നമ്മളുടെ ലീഡ് നിലയിൽ തന്നെ വ്യക്തമാണ്. വനവാസം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടില്ല, മറിച്ച് അത് UDFന് ഒരു അധികാരത്തിലേക്കുള്ള വലിയ മുന്നോട്ട് പോക്കിനുള്ള എല്ലാ സാധ്യതയും നൽകുന്നു. വനവാസം എന്ന് പറയുന്ന പ്രക്രിയ VD സതീശൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ജനമാർഗത്തിൽ വനവാസമാണോ അല്ലയോ എന്നുള്ളത് അത് ജനത്തിനെ പറയാൻ കഴിയുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2521 വോട്ടുകൾക്ക് പിറകിൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ആദ്യ 2 റൗണ്ടിലും മുഖ്യമന്ത്രി പിറകിലേക്ക് പോകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ ആദ്യ 2 റൗണ്ടിൽ മുഖ്യമന്ത്രി മുന്നിലായിരുന്നു. അതേ ഇടത്ത് തന്നെയാണ് പിന്നിലേക്ക് പോയത് എന്നുള്ളത് ഗൗരവമേറിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പാർട്ടി ആ വോട്ട് ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യുന്ന ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരിക്കും. കാരണം 2 റൗണ്ടിൽ എങ്ങനെ പിണറായി വിജയൻ പിറകിലേക്ക് പോയി, 2523 വോട്ട് പിണറായി വിരുദ്ധ വികാരം ഉണ്ടായോ എന്നുള്ളതൊക്കെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കും. പക്ഷേ 93ലേക്ക് UDF ചുരുങ്ങുന്നു എന്നുള്ളതാണ്. 93ലേക്ക് UDF ചുരുങ്ങുന്നു. 43ആയി LDF വർദ്ധിപ്പിക്കുന്നു. തലശ്ശേരിയിൽ കാരായി രാജൻ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. കാരായി രാജൻ 9,000 വോട്ടിന്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ ഭൂരിപക്ഷം കുറയുന്നു, 832 കുറയുന്നു. നേരത്തെ 5,000-6,000 വോട്ടൊക്കെ ആയി വന്നതാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത്. വേങ്ങരയിൽ KM ഷാജി 7,332 വോട്ടിന് KM ഷാജി മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ കാരായി രാജന്റെ 9,165. വട്ടിയൂർക്കാവിൽ VK പ്രശാന്താണ് മുന്നിൽ, 97 വോട്ടിന് VK പ്രശാന്ത് മുന്നിൽ നിൽക്കുന്നു. LDF 44 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. UDF 92 ഇടങ്ങളിൽ, NDA 4 ഇടങ്ങളിൽ. വട്ടിയൂർക്കാവിൽ ഒരു ശക്തമായ മത്സരമാണ് നടക്കുന്നത്. നമുക്കത് കാണാൻ വേണ്ടി കഴിയും. കാരണം വലിയ ലീഡ് ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഉണ്ടാകുന്നില്ല. ചെറിയ വ്യത്യാസം മാത്രമാണ് മുരളീധരനും അതുപോലെ തന്നെ VK പ്രശാന്തും തമ്മിൽ ഉണ്ടാകുന്നത്. ഇപ്പോഴും 3ാം സ്ഥാനത്താണെന്നുള്ളത്. അതെ, BJP അവിടെ കഴിഞ്ഞത് അവിടെ 2ാം സ്ഥാനത്തെത്തിയ BJP വളരെ പ്രധാനപ്പെട്ട, അവർ വളരെ കാറ്റഗറി മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ശ്രീലേഖ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ പിന്നിൽ തന്നെ തുടരുമ്പോൾ പാലക്കാട് ചില അപ്ഡേറ്റുകൾ ഇനിയും. പാലക്കാട് 6,834 വോട്ടിന് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു. പട്ടാമ്പിയിൽ കോൺഗ്രസിലെ TP ഷാജി 1,707 വോട്ടിന് മുന്നിൽ. അവിടെ പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിക്ക് സീറ്റ് കൊടുക്കാത്തതിനാൽ വലിയ പ്രതിഷേധം കോൺഗ്രസിനകത്തുനിന്ന് ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ റിയാസ് മുക്കോളിയെ സാന്ത്വനിപ്പിക്കാൻ നേതൃത്വം തന്നെ എത്തി. അതിന്റെ ഒരു ഫലം പട്ടാമ്പിയിൽ കാണുന്നുണ്ട്. TP ഷാജി 1,712 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കുഞ്ഞാലിക്കുട്ടി 5,162. മണലൂരിൽ C രവീന്ദ്രനാഥ് 42 വോട്ടിന് മുൻപിൽ. TN പ്രതാപൻ പിന്നിലേക്ക് പോയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി. അവിടെയും വലിയ ലീഡ് ഉയർത്താൻ 2 ജനകീയ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതായത് ഈ പറയുന്ന പോലെ രവീന്ദ്രനാഥായാലും പ്രതാപനായാലും 2 ജനകീയ മുഖമുള്ള 2 നേതാക്കളാണ് UDFന്റെയും LDFന്റെയും. തിരുവമ്പാടിയിൽ മറ്റൊരു ജനകീയ ഏറ്റുമുട്ടിയ പോരാട്ടമാണ്. ലിൻഡോയും CK കാസിമും. ആരെ തെരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾക്ക് പോലും സംശയം തോന്നുന്ന 2 ഇടമായിരുന്നു തിരുവമ്പാടി. 2
രണ്ടുപേരും ജനകീയരായ നേതാക്കൾ. 2076 വോട്ട്. കളമശ്ശേരിയിൽ വി അബ്ദുൽ ഗഫൂറിന്റെ വോട്ട് നില കുറയുന്നു എന്നുള്ളതാണ്. ബാലുശ്ശേരിയിൽ വി ടി സൂരജ് തുടക്കം മുതൽ ലീഡ് 1969 വി ടി സൂരജ്. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 56 ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ ലീഡ് 56 കുറയുന്നത്. മണലൂരിൽ വാശിയേറിയ പോരാട്ടം. ഇപ്പോൾ 12 വോട്ടുകൾക്ക് മണലൂർ മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ മുന്നിലാണ് എന്നുള്ളതാണ്. വളരെ ശക്തമായ മത്സരമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണലൂർ മണ്ഡലത്തിൽ. പക്ഷേ ഒല്ലൂരിൽ ഏകപക്ഷീയമായി തന്നെ കെ രാജന്റെ മുന്നേറ്റം അവിടെ തുടക്കം. നേമത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നില കുറയുന്നു. 1302. നേമത്ത് ആ ലീഡ് നേരത്തെ ഉണ്ട്. ആ ലീഡ് മാറ്റവും ഇതുവരെയും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരുപക്ഷെ ഒരു ട്വിസ്റ്റ് അവിടെ വൈകാതെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത്. നിലവിൽ ആ ഒരു മുന്നേറ്റം, വലിയ മുന്നേറ്റമാണ് ആര്യാടൻ ഷൗക്കത്ത് തുടരുന്നത് എന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് എ കെ മഷ്റഫിന്റെ ലീഡ് ഇപ്പോൾ 2542 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിൽ LDF ലീഡുള്ളത് കാഞ്ഞങ്ങാട് മാത്രമാണ് എന്നുള്ളതാണ്. കോഴിക്കോട് സൗത്തിൽ ഇപ്പോഴും NDA ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ്. പറവൂരിൽ VD സതീശൻ പിന്നിലാണ്. തീർച്ചയായിട്ടും അതെ. ഏതായാലും നമ്മൾ കാസർഗോഡ് CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ശക്തമായ കോട്ടയാണ്. അവിടെ എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും CPM വലിയ ശക്തിയായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പക്ഷേ ബലത്തിലാണ് LDF തല ഉയർത്തി നിൽക്കുന്നത്. അവിടെ കാലിടറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. മണലൂരിൽ വീണ്ടും C രവീന്ദ്രനാഥ് മുന്നിൽ 406 വോട്ടിന്. TN പ്രതാപൻ വീണ്ടും പിന്നിൽ. മാറി മറിയുകയാണ്. എനിക്ക് തോന്നുന്നു ഇടത് കേന്ദ്രങ്ങളാണോ എണ്ണുന്നത്, അതല്ല രവീന്ദ്രനാഥിന്റെ ജനകീയതയാണോ TN പ്രതാപനെ മറികടക്കുന്നത്? തീർച്ചയായിട്ടും ടി റെനീഷ് 341 വോട്ട് എന്ന നിലയിൽ തന്നെ തുടരുകയാണ്. അവിടെ മാറ്റം, അതൊരു അപ്ഡേഷൻ ഏതായാലും ഈ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ UDF-ന്റെ ലീഡ് നില 90 കുറഞ്ഞിരിക്കുന്നു. 89 ഇപ്പോൾ താഴുന്നു എന്നുള്ളതാണ്. UDF-ന്റെ ലീഡ് നില 89 തിരിച്ചു കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിൽ ഇതിനിടയിൽ ചെറിയ കാര്യം. തമിഴ്നാട്ടിൽ നടക്കുന്നത് വലിയ കാര്യമാണ്. അവിടെ തമിഴ്നാട്ടിൽ വിജയ് 100 സീറ്റുകളിലേക്ക്, TVക്ക് 100 സീറ്റുകളിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലേക്ക് മാറുമോ? ഒരു സിനിമാ താരത്തിന് വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തമിഴ്നാട്ടിന്റെ ചരിത്രത്തിൽ രജനീകാന്തിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും. തുടക്കം മുതൽ TVക്ക് അത്ര കാര്യമായി DMK-യോ മറ്റു പാർട്ടികളോ എടുത്തിരുന്നില്ല. ഇതൊരു ആരാധക കൂട്ടം എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നത്. പക്ഷേ അതൊരു ആരാധക കൂട്ടമല്ല എന്നുള്ള നിലയിലേക്കാണ് സതീശൻ തിരിച്ചു വന്നിരിക്കുന്നു. VD സതീശൻ തിരിച്ചു വന്നിരിക്കുന്നു. VD സതീശൻ പറവൂരിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ആ വോട്ട് എത്രയാണ്? 90 എത്തിയിരിക്കുന്നു. 89 നിന്ന് 90 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. VD സതീശൻ പുറകെ പോയെങ്കിലും UDF ക്യാമ്പിൽ ചെറിയൊരു ആശങ്ക വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ സതീശൻ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും 90 എത്തിയിരിക്കുന്നു. NDA 4 ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ നേരത്തെ ഒരു ഘട്ടത്തിൽ മാത്രം ആലങ്കോട് ലീലാകൃഷ്ണൻ ചെറിയൊരു ലീഡ് എടുത്തെങ്കിൽ, പക്ഷേ അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ രാജൻ പല്ലൻ അദ്ദേഹത്തിന്റെ മുന്നേറ്റം തുടരുന്നു. മഞ്ഞളാങ്കുഴിയാലി മങ്കട മണ്ഡലത്തിൽ അദ്ദേഹം 10,000-ന്റെ അടുത്തേക്ക് ഭൂരിപക്ഷം എത്തിക്കുന്നു. 9,778 എന്നുള്ളതാണ്. ഉല്ലാസ് കോവൂർ കുന്നത്തൂരിൽ 2000-ലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് ക്യാമ്പുകൾ പി കെ പ്രവീൺ തുടക്കം മുതൽ, കാരണം KP മോഹന്റെ മരുമകനാണ്, PR കുറുപ്പിന്റെ കൊച്ചുമകനാണ്, RJD സ്ഥാനാർത്ഥിയാണ്, RJDയുടെ സിറ്റിംഗ് സീറ്റാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് വലിയ തരത്തിലുള്ള ലീഡ് തെക്കൻ കേരളത്തിലല്ല ആയിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കോഴിക്കോടും മലപ്പുറവും ഒക്കെ അതിൻ്റെ ഒരു ചാഞ്ചാട്ടം നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ തൂത്തുവാണ്, കോഴിക്കോട് അതുപോലെ കാസർഗോഡ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണ്ണൂരിലും അതുതന്നെ മുഖ്യമന്ത്രി മത്സരിച്ച തൃശ്ശൂരിലാണ് പ്രത്യേകിച്ച് ഒരു ചാഞ്ചാട്ടവും ലീഡ് നില മാറ്റം വരും. ഇപ്പോൾ VD സതീശന്റെ ലീഡ് നില 932 എത്തി. 1000 ഒരു പൂർണ്ണമായ ഒരു സേഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനിയുള്ള അദ്ദേഹത്തിന് അനുകൂലമായ ചില മണ്ഡലങ്ങളിലേക്ക്, ചില പഞ്ചായത്തുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ അരുവിക്കര മണ്ഡലത്തിൽ ഇതുപോലെ തുടക്കം മുതൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതായത് തെക്കൻ ജില്ലകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തും കൊല്ലത്തും 1000, 2000 അങ്ങനെ മാറി മറിഞ്ഞു. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തെക്കൻ ജില്ലകളിൽ ഉണ്ടാകുന്ന ഒരു സ്വിംഗ്
ചാഞ്ചാട്ടം, ആ ചാഞ്ചാട്ടം അതിങ്ങനെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലായിരിക്കും. അത്തരത്തിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ കാണുന്നത്. അത് ഈ 2000-ഉം 3000-ഉമായിട്ടൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും വീണ്ടും 89-ലേക്ക് UDF. കായംകുളത്ത് ലിജു മുന്നിലാണ്. കായംകുളത്ത് നമുക്കറിയാവുന്ന പോലെ ആ ലീഗ് നേതാവിന്റെ പരാമർശമൊക്കെ വലിയ വിവാദമായതാണ്. പക്ഷേ അതൊന്നും വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഒരു സ്ത്രീകൾക്ക് വളരെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായി. അത് വലിയ തരത്തിൽ കേസാവുകയും വലിയ ചർച്ചയൊക്കെ ആവുകയും ചെയ്തെങ്കിൽ തന്നെയും ലിജു നേരിട്ട് പോയി മാപ്പ് പറഞ്ഞു ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചൊരു സ്ഥലമാണ്. എന്തായാലും ഒരു സ്ഥാനാർത്ഥി അധിക്ഷേപിച്ച തരത്തിലൊക്കെ തന്നെ വലിയ വാർത്തയായി അത് പ്രചരണം ആക്കി മാറ്റാനൊക്കെ തീരുമാനിച്ചു. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ലിജു ലീഡിങ്. തുടക്കം മുതൽ തന്നെ ആ ലീഡ് തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. പറവൂരിൽ ഇപ്പോൾ VD സതീശൻ 932 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ പത്തനംതിട്ടയിൽ ആറന്മുള, കോന്നി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ലീഡ് തുടരുകയാണ് LDF. വർക്കല, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലായി ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നുണ്ട്. നെടുമങ്ങാട് ഈ CPIയുടെ മന്ത്രിമാരെ കാര്യമായി ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ബാധിച്ചിട്ടില്ല. ജെ ചിഞ്ചുറാണിക്ക് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും മുന്നിൽ നിൽക്കുന്നുണ്ട്. CPI മന്ത്രിമാർക്കെല്ലാം നല്ല ഭൂരിപക്ഷം ലീഡ് നിലയും ഉണ്ട് എന്നുള്ളത്. വീണ്ടും കുറഞ്ഞിരിക്കുന്നു. UDF 88-ലേക്ക് പോയിരിക്കുന്നു. 48 LDF. തീർച്ചയായിട്ടും 48 LDF, UDF 88 എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ ലീഡ് തുടരുകയാണ്.